തങ്ങളുടെ അവകാശങ്ങൾ എന്ന് പറഞ്ഞ് ആയിരിക്കുന്ന ജോലിയിൽ അനാസ്ഥ കാണിക്കുന്നവരെ ഒരിക്കലും ന്യായീകരിക്കുവാൻ കഴിയില്ല. ഓരോരുത്തരും തങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ള ജോലികൾ സത്യസന്ധമായും ആത്മാർത്ഥമായും ചെയ്യേണ്ടതാണ്. ക്രിസ്തുവിശ്വാസികൾ എന്ന് അവകാശപ്പെടുന്നവർ പോലും ഈ കാര്യത്തിൽ പലപ്പോഴും പരാജയപ്പെടുന്നത് ഏറെ അപലപനീയമാണ്. ജീവസന്ദേശത്തിലേക്ക് സ്വാഗതം. വളരെ ശ്രേഷ്ഠകരമായ മാതൃകയാണ് ക്രിസ്തുവും അവിടുത്തെ അപ്പോസ്തലന്മാരും നമുക്ക് വെച്ചിട്ട് പോയിരിക്കുന്നത്. ഞാൻ ക്രിസ്തുവിൻ്റെ അനുകാരിയായിരിക്കുന്നത് പോലെ നിങ്ങളും എൻ്റെ അനുകാരികളാകുവീനെന്ന് വളരെ പ്രാഗൽഭ്യത്തോടെയാണ് വിശുദ്ധ പൗലോസ് പറഞ്ഞിരിക്കുന്നത്. താൻ ശുശ്രൂഷിക്കുന്ന ജനത്തിന് ഒരു ഭാരമായി തീരാതിരിക്കുന്നതിന് വേണ്ടി രാവും പകലും വേല ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ വേല ചെയ്ത അപ്പോസ്തലൻ ക്രിസ്തീയ ശുശ്രൂഷയുടെ മഹത്വം അതിൻ്റെ പൂർണ്ണതയിലാണ് വരും തലമുറയ്ക്ക് കൈമാറിയിരിക്കുന്നത്. 1 തെസ്സലോനിക്കർ 2 അധ്യായം 8 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ. തെസ്സലോനിക്കർക്ക് എഴുതിയ 1 ലേഖനം 2 അധ്യായത്തിൻ്റെ 7 വാക്യം വരെയാണ് നാം പഠിച്ചു കഴിഞ്ഞത്. 8 വാക്യത്തിൽ നാം വായിക്കുന്നത് 2 അധ്യായത്തിൻ്റെ 8 വാക്യം. ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വച്ചു തരുവാൻ ഒരുക്കമായിരുന്നു. തെസ്സലോനിക്കയിലെ വിശ്വാസികളോട് പൗലോസിനൊരു ആത്മാർത്ഥമായ സ്നേഹമുണ്ടായിരുന്നു. അവർക്ക് വേണ്ടി ജീവൻ വെച്ചു കൊടുക്കുവാൻ പോലും അവൻ സന്നദ്ധനായിരുന്നു. അടുത്ത വാക്യത്തിൽ നാം കാണുന്നത് 9 വാക്യം. സഹോദരന്മാരെ, ഞങ്ങളുടെ അധ്വാനവും പ്രയാസവും നിങ്ങൾ ഓർക്കുന്നുവല്ലോ. നിങ്ങളിൽ ആർക്കും ഭാരമായി തീരരുത് എന്ന് വെച്ച് ഞങ്ങൾ രാവും പകലും വേല ചെയ്തുകൊണ്ട് നിങ്ങളോട് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിച്ചു. നോക്കിയേ, അധ്വാനവും പ്രയാസവും രാവും പകലും വേല ചെയ്തു. വാസ്തവത്തിൽ അതൊരു അമ്മയുടെ ജോലിയല്ലേ? എല്ലാ അമ്മമാരും അത് സമ്മതിക്കും. ഇന്നത്തെ കാലത്ത് അത് ശരിയല്ലെന്നായിരിക്കും ചിലർ ഇപ്പോൾ പറഞ്ഞത്. ഒരമ്മ ഒരിക്കലും കൂലിക്ക് പണിയെടുക്കുന്ന ഒരു ആയ അല്ല. മണിക്കൂറുകൾ കണക്ക് കൂട്ടി കൂലിക്ക് പണിയെടുത്തിരുന്ന ഒരു ആയ അല്ലായിരുന്നു താനെന്നാണ് പൗലോസ് പറയുന്നത്. കുട്ടികളെ നോക്കുന്ന ഒരു ജോലിക്കാരി അല്ലായിരുന്നു പൗലോസ്. അവന് യാതൊരു യൂണിയനും ഇല്ലായിരുന്നു. നിങ്ങൾ എവിടെയെങ്കിലും അമ്മമാരുടെ ഒരു യൂണിയനെക്കുറിച്ച് കേട്ടിട്ടുണ്ടോ? അമ്മമാരുടെ യൂണിയൻ, അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാൻ, പ്രത്യേകിച്ച് തങ്ങൾ ദിവസം 8 മണിക്കൂറേ പണിയെടുക്കൂ എന്ന് വാദിക്കുന്ന യൂണിയൻ. ഏതെങ്കിലും അമ്മ തൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിശന്നിട്ട് കരയുന്ന തൻ്റെ കുഞ്ഞിന് അതിന് വേണ്ടത് കൊടുക്കാതെ ഇട്ടിട്ട് പോയ ചരിത്രം നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? തങ്ങളുടെ ഭർത്താക്കന്മാരോട് പരാതിപ്പെടും, എന്നാലും അവരുടെ ഉത്തരവാദിത്വത്തെ അവർ ഒരിക്കലും നിരാകരിക്കുകയില്ല. അവർ രാവും പകലും ഒരുപോലെ ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കും. അതൊരു ജോലിയായി അവർക്ക് തോന്നുകയുമില്ല. ഞാൻ വിവാഹം കഴിച്ച സമയത്ത് എൻ്റെ ഭാര്യ ഒരു ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുകയായിരുന്നു. പിന്നെ അത് വേണ്ട എന്ന് തീരുമാനിച്ചു. ഒരിക്കൽ ഞങ്ങൾ ഒരു യാത്ര പോകുമ്പോൾ എൻ്റെ ഭാര്യയുടെ കൂടെ പഠിച്ച ഒരു കൂട്ടുകാരത്തിയെ കണ്ടു. ആ കൂട്ടുകാരത്തി എൻ്റെ ഭാര്യയോട് ചോദിച്ചു, ഇപ്പോൾ എവിടെയാ ജോലി? എൻ്റെ ഭാര്യ അവരോട് പറയുന്നത് ഞാൻ കേട്ടു, എനിക്കിപ്പോൾ ജോലിയൊന്നുമില്ല എന്ന്. ഞാൻ അത് കേട്ട് അറിയാതെ ചിരിച്ചുപോയി. വീട്ടിൽ ഭയങ്കര ജോലിയാണെന്ന് എപ്പോഴും പറയും. വെളുപ്പിനെ എഴുന്നേറ്റ് അർദ്ധരാത്രി വരെ പണിയെടുത്താലും ജോലി തീരുന്നില്ല എന്നും മക്കളെ പഠിപ്പിക്കാൻ പോലും സമയം കിട്ടുന്നില്ല എന്നും എന്നോട് എപ്പോഴും പരാതിപ്പെടുന്ന എൻ്റെ ഭാര്യ കൂട്ടുകാരത്തിയോട് പറയുകയാണ് അവൾക്ക് ജോലിയൊന്നുമില്ല എന്ന്. നിങ്ങൾക്ക് കാര്യം മനസ്സിലായില്ലേ? കൊച്ചു കുട്ടികളെ വളർത്തുന്ന വീടുകളിൽ ശ്രദ്ധിച്ചിട്ടില്ലേ?
ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെറുപ്പമായിരുന്നപ്പോൾ ഞാൻ ഓർക്കുന്നു, അവർ ഒന്ന് ഞരങ്ങിയാൽ മതി എൻ്റെ ഭാര്യ ചാടി എഴുന്നേൽക്കും. അതിന് അലാറം പോലും വെക്കാതെ അവരുടെ സകല കാര്യങ്ങളും രാത്രിയുടെ ഏത് മണിക്കൂറുകളിലും ചെയ്തു കൊടുക്കും. ഞാൻ നല്ല ഒന്നാം തരം ഉറക്കമായിരിക്കും. എന്തെങ്കിലും അത്യാവശ്യം വന്ന് എന്നെ പല പ്രാവശ്യം വിളിച്ചാൽ മാത്രമേ ഞാൻ അറിയത്തുപോലുമുള്ളൂ. അന്നേരമൊക്കെ ഞാൻ ചിന്തിക്കുമായിരുന്നു, ഈ അമ്മമാരുടെ ജോലി എത്ര വിരസതയുള്ളതാകുന്നു എന്ന്. എന്നാൽ അവരെക്കൊണ്ട് അതൊന്ന് സമ്മതിപ്പിക്കാമോ? എത്ര സന്തോഷത്തോടെയാണ് അവർ അത് ചെയ്യുന്നത്, ഇല്ലേ? അവർ സ്നേഹത്താൽ പ്രചോദിതരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അതെ, സ്നേഹത്താൽ പ്രചോദിതമായ പ്രവർത്തനം മാത്രമാണ് ആസ്വദിക്കുവാൻ കഴിയുന്നത്. മറ്റുള്ളത് വിരസതയുളവാക്കുന്നതും എപ്പോഴും പിറുപിറുക്കുന്നതുമായിരിക്കും. അതത്രേ പൗലോസ് ഇവിടെ പറയുന്നത്. അവൻ ഈ തെസ്സലോനിക്കയിലുള്ള മനുഷ്യരെ സ്നേഹിച്ചു. അതെ, അതത്രേ ദൈവസ്നേഹം. അവൻ അവരെ സ്നേഹിച്ചതിനാൽ അവരുടെ ഇടയിൽ രാവും പകലും വേല ചെയ്തു. അങ്ങനെ ചെയ്തു എന്നതിൻ്റെ തെളിവാണ് 3 ആഴ്ച കൊണ്ട് അവരെ ആഴമേറിയ തിരുവചന സത്യങ്ങൾ അവൻ പഠിപ്പിച്ചു. ഇന്ന് മണിക്കൂറുകൾ നോക്കിയും കണക്ക് കൂട്ടിയുമൊക്കെയാണ് അനേകരും സുവിശേഷ വേല ചെയ്യുന്നത്. കുറ്റപ്പെടുത്തുകയല്ല. അധികം താമസിക്കാതെ ഈ രംഗങ്ങളിലൊക്കെ തൊഴിലാളി യൂണിയനുകൾ വരില്ല എന്നാര് കണ്ടു? അവകാശങ്ങൾ പിടിച്ചു പറ്റുവാനുള്ള വ്യഗ്രത, അല്ലാതെ ജനങ്ങളോടുള്ള സ്നേഹമല്ല, ദൈവത്തോടുള്ള കൂറുമല്ല. ഒരിക്കൽ ഒരു സഭയിലെ അംഗം അവരുടെ സഭാ ശുശ്രൂഷകനോട് ഇടവകയിലെ മറ്റൊരംഗത്തെ സന്ദർശിക്കുവാൻ പറഞ്ഞു. അയാൾ പറഞ്ഞത്, ഇന്നടത്ത് ഇന്നാര് സുഖമില്ലാതെ കിടക്കുന്നു, അവരെ പോയി കണ്ടാലും അതിനാണല്ലോ നിങ്ങൾക്ക് ശമ്പളം തരുന്നത് എന്ന്. ഇന്ന് അനേകരും സഭാ ശുശ്രൂഷകരെക്കുറിച്ച് അങ്ങനെ ചിന്തിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് കേൾക്കാറുണ്ട്. അന്ന് ആ സഭാ ശുശ്രൂഷകൻ ഈ പറഞ്ഞ ആളോട് ഇപ്രകാരം മറുപടി പറഞ്ഞു: താങ്കൾ പോയി സന്ദർശിക്കൂ. താങ്കൾക്കതിന് ശമ്പളമില്ലാത്തതിനാൽ എന്നെക്കാളും നല്ലൊരു ജോലി താങ്കൾക്ക് ചെയ്യാം. എത്ര ഉന്നതമായൊരു മറുപടി അല്ലേ? കർത്താവിൻ്റെ വേല ശമ്പളത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല നാം ചെയ്യേണ്ടത്. ശമ്പളമുള്ളത് നല്ലതാണ്, അത് ആവശ്യവുമാണ്, അത് ആവശ്യത്തിന് കൊടുക്കുകയും വേണം. എന്നാൽ അതിൻ്റെ ഏറ്റക്കുറച്ചിലല്ല ശുശ്രൂഷയുടെ വലിപ്പം ഇരിക്കുന്നത്. ഒരു അമ്മയുടെ കരുതലോടെ വേണം നാം ശുശ്രൂഷിക്കേണ്ടത്. അതത്രേ പൗലോസ് ചെയ്തത്. ഇനി നമുക്ക് പൗലോസിൻ്റെ ശുശ്രൂഷയുടെ പിതൃവശം ഒന്ന് പരിശോധിക്കാം. മാതൃവശം നാം കണ്ടു, ഇനി പിതൃവശം പരിശോധിക്കാം. 10-ാം വാക്യം, 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യം. വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രമായും നീതിയായും അനന്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. നിങ്ങളും സാക്ഷി. തെസ്സലോനിക്കയിലെ വിശ്വാസികൾക്ക് സത്യം എന്നറിയാവുന്ന എന്തോ ഒന്നത്രേ പൗലോസ് സംസാരിക്കുന്നത്. പൗലോസ് അവരുടെ ഇടയിൽ പെരുമാറിയ വിധം ഒന്ന് ശ്രദ്ധിച്ചാലും, പവിത്രമായി, ആദ്യം അവൻ പറയുന്നു പവിത്രമായി. അവൻ വളരെ സൂക്ഷ്മതയോടെ ദൈവത്തോടുള്ള അവൻ്റെ ഉത്തരവാദിത്വം നിർവഹിച്ചു. ആ കാര്യത്തിൽ ആർക്കും അവനെ കുറ്റപ്പെടുത്തുവാൻ കഴിയുമായിരുന്നില്ല. അവൻ വിശുദ്ധമായി ജീവിച്ചു. രണ്ടാമതായി, നീതിയായി. അവൻ വളരെ സൂക്ഷ്മതയോടെ മനുഷ്യരോടുള്ള തൻ്റെ ഉത്തരവാദിത്വവും നിർവഹിച്ചു. ദൈവത്തോടും മനുഷ്യരോടും പൗലോസിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു. അവനത് രണ്ടും ഭംഗിയായി നിർവഹിച്ചു. പവിത്രമായും നീതിയായും നടന്നു എന്ന്. സമർപ്പണമുള്ള ക്രിസ്തു വിശ്വാസികൾ എന്ന് സാധാരണ ആളുകൾ പറയുന്നത് കേൾക്കാറില്ലേ? സമർപ്പണമുള്ള വിശ്വാസികൾ. സമർപ്പണമുള്ള ഒരു വിശ്വാസിയാകണമെങ്കിൽ താങ്കൾ ദൈവം മുമ്പാകെ പവിത്രമായി ഒരു ജീവിതം ജീവിക്കേണ്ടതുണ്ട്. ദൈവത്തെ നോക്കണം. മേലുദ്യോഗസ്ഥൻ അടുത്തുള്ളപ്പോൾ മാത്രമല്ല പണിയെടുക്കേണ്ടത്. വിശ്വാസികളെന്ന് അവകാശപ്പെടുന്ന അനേകരും തങ്ങളുടെ വിശുദ്ധ ജീവിതത്തിൽ പരാജയപ്പെട്ടിരിക്കുകയാണ്. അവരുടെ ജോലി രംഗങ്ങളിൽ അവർ അവിശ്വസ്തരാണ്. സമയത്തിന് ജോലിയിൽ പ്രവേശിക്കുകയില്ല, കള്ളം പറഞ്ഞ് അവധിയെടുക്കും, രോഗമൊന്നുമില്ലെങ്കിലും സിക്ക് ലീവ് എടുക്കും, തക്ക സമയത്ത് ജോലി ചെയ്ത് തീർക്കില്ല. ഈ വിശ്വാസികൾ എന്ന് അഭിമാനിക്കുന്നവർക്ക് ഈ കാര്യങ്ങളാൽ സാക്ഷ്യം ഇല്ലാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് അവിശ്വാസികൾ മടിച്ചു നിൽക്കുകയാണ്.
സുവിശേഷ വേലകളിലായിരിക്കുന്നവർ പോലും തങ്ങളുടേതെന്നതുപോലെ പ്രവർത്തിക്കുന്നില്ല. പലയിടത്തും വളരെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരുമുണ്ട്. മനുഷ്യരെ പ്രസാദിപ്പിക്കുവാനുള്ള ശ്രമം മാത്രമാണ് ഇന്ന് കാണുന്നത്. വളരെയധികം ആത്മീയം പറയുകയും ശുശ്രൂഷകൾക്ക് നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് സഹപ്രവർത്തകരിൽ വിശ്വാസികളായ ചിലർ എന്നോട് പറഞ്ഞത്, ഈ മനുഷ്യൻ തോന്നുമ്പോൾ ജോലിക്ക് വരും, വന്നാൽ തന്നെ മറ്റുള്ളവരെ ശല്യപ്പെടുത്തിക്കൊണ്ട് സമയം കളയും, അയാളുടെ പണികൾ കൂടി വല്ലവരുമാണ് ചെയ്യേണ്ടത്. എത്ര ഭയാനകമായ സാക്ഷ്യമില്ലേ സുഹൃത്തെ! ദൈവത്തെ സ്നേഹിക്കുകയും ദൈവത്തെ ഭയപ്പെടുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാകുന്നു താങ്കളെങ്കിൽ, താങ്കളെ ആരെങ്കിലും നോക്കുന്നുണ്ടോ, താങ്കളുടെ പണി ആരെങ്കിലും കാണുന്നുണ്ടോ എന്നൊന്നും നോക്കാതെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുന്നവരാകും. കാരണം മനുഷ്യർ നോക്കിയാലും ഇല്ലെങ്കിലും ദൈവം കാണുന്നുണ്ട്. പള്ളിയിലെ കാര്യങ്ങളിൽ അതീവ തൽപരനായി പ്രസംഗം കേൾക്കുമ്പോൾ കണ്ണുനീർ ഒഴുക്കിയത് കൊണ്ട് മാത്രമായില്ല. ആഴ്ചയിൽ ഒരിക്കൽ ഭക്തിയുടെ പാരമ്യത്തിലാകുന്നു എന്ന് കാണിച്ചതുകൊണ്ട് ഭക്തിയാകില്ല. അതിനെ സമർപ്പണമുള്ള ക്രിസ്ത്യ ജീവിതം എന്ന് പറയുവാനും കഴിയില്ല. താങ്കളുടെ മേലുദ്യോഗസ്ഥൻ താങ്കളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താകുന്നു? നിങ്ങളൊരു വിദ്യാർത്ഥിയാകുന്നുവെങ്കിൽ നിങ്ങളുടെ അധ്യാപകൻ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താകുന്നു? ഉഴപ്പനാണെന്നാണോ അലസനാണെന്നാണോ ചിന്തിക്കുന്നത്? എങ്കിൽ താങ്കൾ സമർപ്പണമുള്ള ഒരു വിശ്വാസി അല്ല. സമർപ്പണമുള്ള ഒരു ജീവിതം എന്നാൽ ഒരു വിശുദ്ധ ജീവിതമാണ്. ദൈവസന്നിധിയിൽ എല്ലായ്പ്പോഴും ആയിരിക്കുന്ന ജീവിതം. പിന്നെ പറയുന്നു പവിത്രവും നീതിയും മാത്രമല്ല അനിന്യം, നിന്ദ്യമല്ലാത്ത. ഇതിൻ്റെ അർത്ഥം അപ്പോസ്തലനോ അവൻ്റെ സഹപ്രവർത്തകർക്കോ എതിരായി യാതൊരു കുറ്റപ്പെടുത്തലുകളും സാധ്യമായിരുന്നില്ല എന്നാണ്. നോക്കണേ, ഒരു തെറ്റ് ചൂണ്ടിക്കാണിക്കുവാൻ ഇല്ലായിരുന്നു എന്ന് ചുരുക്കം. ദാനിയേലിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് അവൻ ഉത്കൃഷ്ടമാനസനായിരുന്നെന്ന. അവൻ്റെ ശത്രുക്കൾ അവനെ കുറ്റപ്പെടുത്തിയിരുന്നില്ല എന്ന് ഇതിനർത്ഥമില്ല. അവർ അത് ചെയ്തു, എന്നാൽ അതൊന്നും വിലപ്പോകുന്നതല്ലായിരുന്നു. മനുഷ്യർ താങ്കളെക്കുറിച്ച് വൃത്തികെട്ട കാര്യങ്ങൾ പറഞ്ഞു എന്ന് വന്നേക്കാം, എന്നാൽ അവരുടെ വിമർശനം സത്യമല്ല എന്ന് ഉറപ്പാക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മനുഷ്യൻ്റെ വായ് കെട്ടുവാൻ നമ്മെക്കൊണ്ട് സാധിക്കില്ല. നാട് നീളം നടന്ന് നമ്മെ ന്യായീകരിക്കുവാനും നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. അതിന് ശ്രമിച്ചാൽ അത് മണ്ടത്തരവുമാണ്, കൂടുതൽ വഷളാകുക മാത്രമേ ഉള്ളൂ. എന്നാൽ ഈ ആരോപണങ്ങൾ ശരിയല്ല എന്നുള്ള ഉറപ്പ് ഒന്നാമത് നമുക്കും പിന്നെ നമ്മുടെ അടുത്ത സ്നേഹിതർക്കും കുടുംബാംഗങ്ങൾക്കും ഉണ്ടായിരിക്കണം. എപ്പോഴും സത്യം വിജയിക്കും. സത്യം വിജയിക്കുവാനുള്ള വഴി നമുക്ക് ഒരു പ്രതിരോധമുണ്ടാക്കാതെ ദൈവം പ്രവർത്തിക്കുവാൻ അനുവദിക്കുന്നത് മാത്രമാണ്. നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തങ്ങളിൽ വിശ്വസ്തയോടെ നാം മുന്നേറണം. വിശുദ്ധ പൗലോസും സഹപ്രവർത്തകരും പവിത്രമായി ജീവിതം നയിച്ചു. ഒരു പവിത്രമായ ജീവിതം വിലയുള്ളതാണ്. അതിൻ്റെ വില ഇടിച്ചു കളയുവാൻ ഒരു വിധത്തിലും ഇടയാകരുത്. താങ്കളുടെയും എൻ്റെയും രക്ഷ സമ്പാദിക്കുവാൻ ഒരു വിധത്തിലും സഹായിക്കുന്നതല്ല അതെന്ന് ഓർപ്പിക്കട്ടെ. എന്നാൽ താങ്കൾക്കും എനിക്കും ചുറ്റുമുള്ളവരുടെ രക്ഷയ്ക്ക് അത് അത്യന്താപേക്ഷിതമാണ്. കാരണം അവർ നമ്മെ ശ്രദ്ധിക്കുന്നു. എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയ സഹോദര, പ്രിയ സഹോദരി, താങ്കളുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഈ സാക്ഷ്യമുണ്ടോ? വിശുദ്ധി, നീതി, അനന്യത. മറ്റുള്ളവർ താങ്കളെക്കുറിച്ച് പറയുന്നത് സത്യമല്ലേ? താങ്കൾ വെറുതെ ന്യായീകരിക്കുവാൻ ശ്രമിക്കുക മാത്രമല്ല ചെയ്യുന്നത്. താങ്കളുടെ ഹൃദയത്തിലെ കുറ്റബോധത്താൽ ഒന്നും ചെയ്യുവാൻ സാധിക്കാത്ത അവസ്ഥയാണോ ഇപ്പോൾ? ഈ വികലമായ വിശ്വാസത്താൽ സ്വന്തം വീട്ടിലുള്ളവർ പോലും വിശ്വാസത്തിലേക്ക് വരുന്നില്ല എന്നത് എത്രയോ ശോചനീയമായ സ്ഥിതിയാണ്. വലിയ ഭക്തി പറയും, എന്നാൽ വിശുദ്ധിയിലോ നീതിയിലോ വീട്ടിൽ മാതൃകയില്ല. ഇതല്ലേ സ്ഥിതി? എന്നാൽ പൗലോസിനെയും സഹപ്രവർത്തകരെയും ഈ കാര്യത്തിൽ ആർക്കും കുറ്റപ്പെടുത്തുവാൻ കഴിയുമായിരുന്നില്ല. അവരുടെ പെരുമാറ്റം എങ്ങനെയായിരുന്നു എന്നുള്ളതിന് തെസ്സലോനിക്കയിലുള്ളവരും ദൈവവും സാക്ഷിയായിരുന്നു. ദൈവവും മനുഷ്യരും സാക്ഷിയെന്നോ? അതെ, ആ ഉറപ്പാണ് നമുക്ക് ഇന്ന് ആവശ്യം. ദൈവവും മനുഷ്യരും സാക്ഷി. 11ഉം 12ഉം വാക്യങ്ങളിൽ നാം വായിക്കുന്നത്, തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തനെ അപ്പൻ മക്കളെ എന്ന പോലെ
പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. പ്രബോധിപ്പിച്ചു, ഇതിനുപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് പദം പാരക്ലെയോ എന്നതത്രേ. പാരക്ലെയോ. അതിൻ്റെ അർത്ഥം പൗലോസ് അവരെ സഹായിപ്പാൻ, അവരോട് അപേക്ഷിപ്പാൻ, അവരെ ബോധ്യപ്പെടുത്തുവാൻ അവരുടെ വശത്ത് വന്നു എന്നത്രേ. അവരുടെ വശത്ത് നിന്നുകൊണ്ട് ഇതൊക്കെ ചെയ്തു. ഇതേ പദമാണ് പരിശുദ്ധാത്മാവിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 11 വരെയുള്ള വാക്യങ്ങളിൽ താൻ പരിശുദ്ധാത്മാവിനെ അയക്കുമെന്ന് കർത്താവ് പറയുമ്പോൾ അവൻ വന്ന ലോകത്തിന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും എന്ന് പറഞ്ഞിരിക്കുന്നത് ഓർക്കുമല്ലോ. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം ഇത് തന്നെയാണ്, പരിശുദ്ധാത്മാവിനുള്ള പേരിന്. ഒരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുന്ന വിധത്തിൽ സുവിശേഷം നൽകുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലല്ല നൽകിയത് എന്നത്രേ. മറിച്ച് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലാകുന്നു ദൈവത്തിൻ്റെ സുവിശേഷം അറിയിക്കുന്നതെങ്കിൽ അപ്പോൾ പരിശുദ്ധാത്മാവ് അത് കേൾക്കുന്ന വ്യക്തിയെ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം വരുത്തും. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ സുവിശേഷ ദൂതിൽ എല്ലാം ഇപ്പോഴും ഉണ്ടായിരിക്കും. പിന്നെ പൗലോസ് പറയാണ് ഉത്സാഹിപ്പിച്ചും. ആദ്യം പ്രബോധിപ്പിച്ചും പിന്നെ ഉത്സാഹിപ്പിച്ചും എന്ന് പറഞ്ഞിരിക്കും. തെസ്സലോനിക്കരോട് പൗലോസ് അറിയിച്ച ദൂതിൽ ഒരു തിടുക്കം അഥവാ നിർബന്ധമുണ്ടായിരുന്നു. അവൻ പലപ്പോഴും ഉപയോഗിച്ച ഒരു പ്രയോഗം ഞാൻ അപേക്ഷിക്കുന്നു എന്നതത്രേ, ഞാൻ യാചിക്കുന്നു. ഇന്നും സുവിശേഷം അറിയിക്കേണ്ട വിധം ഈ പറഞ്ഞതുപോലെയാകുന്നു. പിന്നൊരു കാര്യം പറഞ്ഞ് സാക്ഷ്യം പറഞ്ഞു എന്ന്. നമ്മുടെ പരിഭാഷയിൽ കൊടുത്തിരിക്കുന്നതിനേക്കാൾ നല്ല പരിഭാഷ അനുശാസിച്ചും എന്നായിരിക്കും. സാക്ഷ്യം പറഞ്ഞു എന്നുള്ളതിന് പകരം അനുശാസിച്ചും. പല തർജ്ജിമകളിലും അങ്ങനെ കാണുന്നുണ്ട്. അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും അനുശാസിച്ചും പോന്നു. അനുശാസിക്കുക, ആജ്ഞാപിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് ഗൗരവം കൂടുതലാകുന്നു ഇല്ലേ? അവിടെ ശിക്ഷണത്തെക്കുറിച്ചുള്ള ധ്വനിയുണ്ട്, ഡിസിപ്ലിൻ. ഇതൊരു പുരുഷോചിതമായ ശക്തിമത്തായ വാക്കാണ് ഇല്ലേ? പൗലോസിൻ്റെ ശുശ്രൂഷയുടെ മാതൃവശത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ പോറ്റുക, ഓമനിക്കുക എന്നൊക്കെയാണ് പറഞ്ഞത്. ഇവിടെ ആജ്ഞാപിക്കുകയാണ്. ഇന്ന് വളരെയേറെ പ്രസംഗങ്ങളും അങ്ങ് കട്ടി കുറഞ്ഞു പോയോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. ആളുകളെ ഒന്ന് രസിപ്പിക്കുക എന്നതിനപ്പുറം ആർക്കും ഒരു ലക്ഷ്യവും ഇല്ലാത്തതുപോലെ, തിടുക്കമൊന്നുമില്ലാത്ത അവസ്ഥ. എന്തെങ്കിലുമൊക്കെ പറയണം, എന്തെങ്കിലുമൊക്കെ ആകട്ടെ എന്നുള്ള ധാരണ. സാമൂഹ്യമായ ചില അശുദ്ധികൾക്കെതിരെ പ്രസംഗിച്ചാൽ അത് സുവിശേഷമാകുമോ സുഹൃത്തെ? മനുഷ്യരെ ചിരിപ്പിക്കുവാൻ മാത്രമാണ് ചിന്തയെങ്കിൽ എന്താണ് വാസ്തവത്തിൽ നേടുന്നത്? അനുശാസിക്കുകയും ആജ്ഞാപിക്കുകയും തിരുത്തുകയും ഒക്കെ ചെയ്താൽ കേൾക്കുവാൻ ആരും കാണുകയില്ല എന്ന ഉപാധിയാണ് പലരും നിരത്തുന്നത്. എന്നാൽ പ്രശ്നം അതല്ല. ഈ അനുശാസിക്കുവാനും ആജ്ഞാപിക്കുവാനും തിരുത്തുവാനുമൊക്കെ നിയോഗിക്കപ്പെട്ടവർ ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ തെറ്റുകാരാണ്. അവരുടെ മനസാക്ഷിയുടെ കുത്ത് കാരണമാണ് പലരും ഇന്ന് തങ്ങളുടെ പ്രസംഗങ്ങളിൽ വെള്ളം ചേർത്ത് ആർക്കും പ്രയോജനമില്ലാത്ത ഒന്നാക്കി കലക്കി കൊടുക്കുന്നത്. മദ്യപാനിയായ പിതാവിന് തൻ്റെ മകൻ പുകവലിച്ചതിന് അവനെ ശാസിക്കുവാൻ എങ്ങനെ പ്രാഗൽഭ്യം ഉണ്ടാകുവാനാണ്? കള്ളം പറയുന്ന മാതാവ് കള്ളം പറഞ്ഞു എന്നതിന് മകളെ എങ്ങനെ ശിക്ഷിക്കാനാണ്? ജീവിതത്തിൽ തങ്ങൾക്കനുസരിക്കുവാൻ കഴിയാത്തതിനെ കണ്ണടച്ചു വിടുന്ന പ്രവണത ഒരിക്കലും ക്രിസ്തുവിൻ്റെ മാർഗമല്ല. ഇവിടെ പൗലോസ് ഒരു പിതാവിനെ പോലെയാണ് തെസ്സലോനിക്കക്കാരോട് ഇടപെടുന്നത്. ഈ മനോഭാവം വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഇനിയും എന്താണ് പൗലോസ് പ്രബോധിപ്പിക്കുന്നത് നോക്കിക്കേ, യോഗ്യമായി നടക്കുക എന്ന്. എഫേസ്യർക്ക് എഴുതിയപ്പോഴും പൗലോസ് ഇതേ കാര്യമാണ് എഴുതിയത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി. ഇവിടെ രാജ്യം സഹസ്രാബ്ദ വാഴ്ചയിലെ രാജ്യവും മഹത്വം നിത്യമായ രാജ്യവും ആകുന്നു സൂചിപ്പിക്കുന്നത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ വലിയ പ്ലാനിൻ്റെയും പദ്ധതിയുടെയും കാഴ്ചപ്പാട് പ്രാപിക്കുക, നിത്യതയുടെ വെളിച്ചത്തിൽ ജീവിക്കുക എന്നാണ്. എത്ര മനോഹരമായിരിക്കുന്നു ഇല്ലേ? നാം ഇനിയും 13-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ വായിക്കുന്നത് 13-ാം വാക്യം,
ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടവിടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഇവിടെ ഇതാ സുവിശേഷം നൽകുന്നതിൻ്റെ മറുവശം 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യത്തിൽ പൗലോസ് പറഞ്ഞു കഴിഞ്ഞതാണ്. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത് എന്ന്. അങ്ങനെയാണ് സുവിശേഷം മനുഷ്യർക്ക് നൽകുന്നത്, അങ്ങനെയാണ് നൽകേണ്ടത്. എന്നാൽ അനേകരും പ്രസംഗകരെ ഈ കാര്യത്തിൽ വിമർശിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു കാര്യം ഇവിടെ ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഒരു വ്യക്തി സുവിശേഷം പ്രസംഗിക്കുകയും അധികാരത്തോടെ അത് പ്രസ്താവിക്കുകയും ചെയ്താൽ അത് ദൈവവചനമായി കൈക്കൊള്ളേണ്ടതാണ്. താങ്കൾ എപ്രകാരമാണ് ദൈവവചനം കൈക്കൊള്ളുന്നത്? അത് ദൈവത്തിൻ്റെ വചനമായി തന്നെ താങ്കൾ കൈക്കൊള്ളുന്നുണ്ടോ? അതോ ചിലതൊക്കെ കേൾക്കുമ്പോൾ താങ്കൾക്ക് ദേഷ്യം തോന്നാറുണ്ടോ? മുഷിച്ചിൽ, വിരസത, ഇതൊക്കെ തോന്നാറുണ്ടോ? എൻ്റെ പ്രസംഗം ശ്രദ്ധിച്ചതിന് ശേഷം പല ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അവരെ മനസ്സിൽ കണ്ടുകൊണ്ടാണോ ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞതെന്ന്. ഈ പറഞ്ഞ ആളുകൾ ശ്രദ്ധിക്കുന്നു എന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ തോന്നുമ്പോൾ, അതായത് ഈ പറയുന്ന ആളുകൾക്ക് അങ്ങനെ തോന്നുമ്പോൾ അതിനെ ദൈവവചനമായി സ്വീകരിക്കുകയാണ് ഉത്തമം. അറിഞ്ഞുകൊണ്ട് പറഞ്ഞാൽ തെറ്റാണ്, ഞാൻ അറിഞ്ഞുകൊണ്ട് പറഞ്ഞാൽ തെറ്റാണ്. ദൈവവചനം ദൈവവചനമായി തന്നെ അറിയിക്കണം, ദൈവവചനമായി തന്നെ കൈക്കൊള്ളുകയും വേണം. അതേ സുഹൃത്തെ, താങ്കൾ ദൈവവചനം ഈ പറഞ്ഞതുപോലെ കൈക്കൊള്ളുമെങ്കിൽ അത് അപ്പോൾ താങ്കളിൽ പ്രവർത്തിക്കുവാൻ ആരംഭിക്കും. അത് താങ്കൾക്ക് അനുഗ്രഹമായി തീരുകയും ചെയ്യും. അതല്ല എങ്കിൽ താങ്കൾ ആരാധനയ്ക്കെന്നും പറഞ്ഞ് സമയം വെറുതെ കളയുകയാണെന്ന് ഞാൻ പറഞ്ഞാൽ മുഷിയരുതേ, അതാണ് സത്യം. വളരെ ശ്രദ്ധിക്കണം. വിശുദ്ധ പൗലോസ് ദൈവവചനമായിരുന്നു നൽകിയിരുന്നതെന്ന് നാം കണ്ടു. അത് ചില ആളുകളെ വെറി പിടിപ്പിച്ചു എന്നുള്ളത് വാസ്തവമാണ്. കാരണം ദൈവവചനം ഉപ്പാകുന്നുവല്ലോ. ഒരു വ്യക്തിയുടെ പാപമാകുന്ന മുറിവിലേക്ക് ഈ ഉപ്പ് ചെന്നാൽ അത് നീറ്റലുണ്ടാക്കും. അതിനേക്കാൾ അസ്വസ്ഥത വേറെ എന്താണുള്ളത്? നീറ്റൽ. ദൈവവചനം വെളിച്ചമാകുന്നു എന്ന് നമുക്കറിയാം. എന്നാൽ അന്ധകാരത്തെ സ്നേഹിക്കുന്ന അനേകരുണ്ട്. കാരണം അവരുടെ പ്രവർത്തനങ്ങൾ ദുഷ്ടതയാണ്. ഈ അധ്യായത്തിൽ പൗലോസ് പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ സഭ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ഭവനത്തെ പ്രതിഫലിപ്പിക്കുന്നവരാകണം എന്നത്രേ. ആദ്യം പൗലോസ് വിശ്വാസികളുമായി ഒരു മാതൃസഹജമായ ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു, പിന്നീട് പിതൃസഹജമായ ഒരു ബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഇനിയും ഒരു സഹോദര സഹജമായ ബന്ധത്തെക്കുറിച്ച് പറയുന്നതാണ്. ഒരു കുടുംബമായിരിക്കുന്നത് പോലെ സഭ സമൂഹത്തിന് ദൈവത്തിൻ്റെ ഒരു വെളിപ്പാട് ആയിരിക്കേണ്ടതാണ്. കുടുംബത്തിൽ ഭർത്താവ്, ഭാര്യ, മക്കൾ എന്നിവർ തമ്മിലുള്ള ബന്ധം ദൈവത്തിനും ക്രിസ്തുവിനും ലോകത്തോടുള്ള സ്നേഹത്തിൻ്റെ ത്രിവിധ വശങ്ങൾ വെളിപ്പെടുത്തുന്നതാകണം. പ്രാദേശിക സഭയിലെ മാതൃവശത്തെക്കുറിച്ച് പൗലോസ് സംസാരിച്ചു. ഒരു കൊച്ചുകുട്ടി തൻ്റെ അമ്മയാൽ പരിപാലിക്കപ്പെടുന്നത് പോലെ രാവും പകലും പണിയെടുക്കുവാൻ പൗലോസ് തയ്യാറായിരുന്നു. ഒരു ദിവസത്തിൽ നിശ്ചിത സമയത്തേക്കല്ലായിരുന്നു അവൻ പ്രയത്നിച്ചത്. പിന്നെയോ മുഴുവൻ സമയവും അവൻ പ്രവർത്തിച്ചു. അവൻ അവരോട് അത്രമാത്രം കരുതലുണ്ടായിരുന്നു. തുടർന്ന് പൗലോസ് പറയുന്നത് ആ സഭയ്ക്ക് താനൊരു പിതാവിനെ പോലെ ആയിരുന്നു എന്നത്രേ. ഒരു ഭവനത്തിൽ കുട്ടി അമ്മയുടെ സ്നേഹവും അപ്പൻ്റെ സ്നേഹവും അനുഭവിച്ച് വളരേണ്ടത് ആവശ്യമാണ്. ഇന്ന് ഈ കാര്യത്തിൽ വളരെയേറെ കുഞ്ഞുങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് നമുക്കറിയാം. പലപ്പോഴും പിതാവിൻ്റെ സ്നേഹം വേണ്ടതുപോലെ ലഭിക്കാതെ കുട്ടികൾ ഭവനങ്ങളിൽ വഴിതെറ്റാറുണ്ട്. പിതാവിൻ്റെ സ്നേഹം ശിക്ഷണത്തിലൂടെയാണ് വെളിപ്പെടുത്താറുള്ളത്. തെസലോനിക്കയിലെ സഭയ്ക്ക് താൻ ഒരു പിതാവിനെ പോലെ ആയിരുന്നു എന്നത്രേ പൗലോസ് പറയുന്നത്. വളരെ നല്ല പ്രസംഗകരിൽ ചിലർ ആശ്വസിപ്പിക്കുന്ന പ്രസംഗങ്ങളല്ലാതെ മറ്റൊന്നും പ്രസംഗിക്കാത്തതായിട്ടുണ്ട്. അവർ എല്ലായ്പ്പോഴും വിശുദ്ധന്മാരെ ആശ്വസിപ്പിക്കുന്നു. എല്ലാവർക്കും അത് ഇഷ്ടമാണ്. കാരണം എല്ലാവർക്കും ആശ്വസിപ്പിക്കുന്ന സംസാരങ്ങളാണല്ലോ താല്പര്യം. അങ്ങനെ പറയുവാൻ സാധിക്കുന്നവരാണ് പ്രശസ്തരും. പ്രശ്നത്തിന് പരിഹാരം പറഞ്ഞു കൊടുക്കുകയല്ല, എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ട് എന്ന് മാത്രം പറയുകയാണ് ഈ കൂട്ടർ ചെയ്യുന്നത്. എന്നെ പ്രീതിപ്പെടുത്തുന്നവരെയാണ് എനിക്കിഷ്ടം, എന്നെ വിമർശിക്കുന്നവരെ എനിക്ക് കാണരുത്, എന്നെക്കുറിച്ച് മുഖസ്തുതി പറയുന്നത് കേൾക്കുവാൻ എനിക്ക് വലിയ സന്തോഷമാണ്.
നിങ്ങൾക്കും അത് തന്നെ ആയിരിക്കുമല്ലോ താല്പര്യം. എന്നാൽ നമുക്ക് ആശ്വസിപ്പിക്കൽ മാത്രം പോരാ, ശിക്ഷണവും ആവശ്യമാണ്. കുടുംബങ്ങളിലും സഭകളിലും സമൂഹങ്ങളിലും ഇന്ന് ഇത് കുറഞ്ഞു പോയിരിക്കുന്നു. ഭവനങ്ങളിൽ ശിക്ഷണമില്ലാത്തതിൻ്റെ പരിണിത ഫലങ്ങൾ നാം എല്ലാ രംഗങ്ങളിലും കാണുന്നുണ്ട്. ഈ കാര്യത്തിൽ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതെ, മാതൃസഹജമായ ശുശ്രൂഷ, പിതൃസഹജമായ ശുശ്രൂഷ, ഇനിയും നമുക്ക് അടുത്തത് സഹോദര സഹജമായ ശുശ്രൂഷ കാണുവാൻ സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നാം എപ്രകാരമാകുന്നു ശുശ്രൂഷയിലായിരിക്കുന്നത് എന്ന് ഒന്ന് സ്വയപരിശോധന ചെയ്യുന്നത് ഏറെ നല്ലതാണ്. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ക്രിസ്തീയ ശുശ്രൂഷകർ അനിന്യരായിരിക്കണമെന്നുള്ളത് ദൈവവചനത്തിൻ്റെ വ്യവസ്ഥയാകുന്നു. അവർ വാക്കിലും നടപ്പിലും സ്നേഹത്തിലും വിശ്വാസത്തിലും നിർമ്മലതയിലും വിശ്വാസികൾക്ക് മാതൃകയായിരിക്കണം. പിതൃസ്ഥാനികളായി ദൈവജനത്തെ സ്നേഹിക്കുകയും നയിക്കുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ വിശ്വസ്തരായ ദാസന്മാർക്കായി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.